ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന ആ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, പെന്തിക്കോസ്ത് നാൾ, അതുമായിട്ട് റിലേറ്റഡായിട്ട്, എന്നാൽ അവിടെ മാത്രം അങ്ങ് നിൽക്കാനല്ല, ആ പെന്തിക്കോസ്ത് നാൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പെന്തിക്കോസ്ത് നാൾ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുകയും അതേസമയം ആ പെന്തിക്കോസ്ത് നാളിൻ്റെ ഒരുക്കം, അതിനു മുമ്പ് നടന്നത്, അതും കൂടെ ചേർത്ത് സുവിശേഷങ്ങളിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ നിന്നും ദൈവസഭയുടെ ആദ്യ കാലയളവിലെ ആത്മപ്രവൃത്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ്. നമുക്കറിയാമല്ലോ, ആത്മമാരി എന്നാണ് നമ്മൾ ഈ സുവിശേഷ യോഗങ്ങൾ, ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് നടത്തുന്ന പല യോഗങ്ങളും ആത്മമാരി. കാരണം മറ്റൊന്നുമല്ല, ആത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഈ മീറ്റിങ്ങുകളിൽ ഉണ്ടാകണം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. വളരെ പെരിഫറലായിട്ടുള്ള ഒരു ആത്മീയതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇമോഷണലായിട്ടുമല്ല. ഇമോഷൻസ് ഉണ്ട്, പക്ഷേ വേറൊരു കാര്യം, രൂപാന്തരീകരണം വരുത്തുന്ന ഒരു ആത്മീയത, അത് നമുക്ക് നടക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവുമായിട്ട് റിലേറ്റഡായിട്ട്. നമ്മൾ ശരിക്കും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, അവിടെ നമ്മൾ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ ബേസിക്കലി അതൊന്ന് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ, അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ കവിഞ്ഞൊഴുക്ക് അപ്പോസ്തലന്മാരുടെ മേൽ, 12 പേരുടെ മേലല്ല, അവിടെ കാത്തിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അവരൊരുമിച്ച് കൂടിയിരുന്നു. ആ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് പിന്നീട് പറയാം അതിനെക്കുറിച്ച്, ആ കാത്തിരിപ്പിനെക്കുറിച്ച്. എന്നാൽ ആ ദിവസം അവർ കാത്തിരിക്കാനുള്ള കാരണം എന്താണ്? കാത്തിരിക്കാനുള്ള കാരണം, അവരോട് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. പെന്തിക്കോസ്ത് നാൾ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവസഭയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ തൊട്ടാണ് ശരിക്കും ദൈവസഭ പ്രവൃത്തിപഥത്തിലേക്ക് വന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് അതിനുള്ള ഒരുക്കം ശരിക്കും ആദിമസഭയുടെ ഉത്ഭവം പെന്തിക്കോസ്ത് നാളിലാണെന്ന് ഒരു പരിധി വരെ പറയാമെങ്കിലും, എന്നാൽ കാര്യങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് വരുന്നത് പെന്തിക്കോസ്ത് നാളിന് മുമ്പ് യേശുവിൻ്റെ ഉയിർപ്പോടെയാണ്. യേശു കർത്താവിൻ്റെ ഉയിർപ്പാണ് ദൈവസഭയുടെ ആ തുടക്കത്തിന് ഒരുക്കമായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റിരുന്നില്ല എങ്കിൽ പെന്തിക്കോസ്ത് ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ഉയിർപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു പുതിയ തലത്തിലേക്ക്, പുതിയ തലത്തിലേക്ക് കയറുന്നത് യേശുവിൻ്റെ ഉയിർപ്പോടെയാണ്. അതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ പഠിച്ചു വരുമ്പോൾ എല്ലാം നമ്മളങ്ങനെ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമുക്കറിയാം പഴയ നിയമ കാലഘട്ടം, യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പുള്ള കാലഘട്ടം. പഴയ നിയമ കാലഘട്ടത്തിലും ദൈവം
ദൈവജനത്തോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ ആഗമനത്തിന് ശേഷം മാത്രമല്ല ദൈവം ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്, എന്നാൽ യേശുവിൻ്റെ ആഗമനത്തോടെ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണ്. പ്രത്യുത ദൈവത്തോട് മനുഷ്യന് അടുത്ത് ചെല്ലുവാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നത് യേശു കർത്താവിൻ്റെ ആഗമനത്തോടെയാണ്. യേശു കർത്താവിൻ്റെ ആഗമനത്തോടെ. അതിനു മുമ്പും പഴയ നിയമത്തിലെ പല വ്യക്തികളോടും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. പല സമൂഹങ്ങളോടും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതും സത്യമാണ്. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച നാളിൽ അന്നു മുതൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്നുണ്ട്. ആദമിനോട് ദൈവം ഇടപെട്ടു. ശരിക്കും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി വായിച്ചു പോകുമ്പോൾ പുറകോട്ട് പോയി ശേത്തിൻ്റെ കാര്യം വരുന്നു. ശേത്ത് ആദമിൻ്റെ മകൻ, എന്നിട്ട് പറയുന്നത് ആദം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദം, അവൻ സൃഷ്ടിയാണ് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അവൻ മകനുമായിരുന്നു. ദൈവത്തിന് അനേക സൃഷ്ടികൾ. അതിനു മുമ്പ് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമിയിൽ തന്നെ നിലങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം വരെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അതൊരു ഒരു ഡൈനമിക്കായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം മറ്റുള്ളതെല്ലാം സൃഷ്ടിയാണെങ്കിൽ ആദം മകനായിരുന്നു. വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ദൈവം എപ്പോഴും ഇടപെടുന്നത് മക്കളോടാണ്. മൃഗങ്ങളോടും വൃക്ഷലതാദികളോടും എല്ലാം ദൈവം തീർച്ചയായും ദൈവത്തിന് ഇടപെടലുണ്ടില്ലെന്നല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപഴകുന്നത്, ഒരു സംസർഗമുണ്ടാകുന്നത്, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി തീർന്ന മനുഷ്യനോടാണ്. മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മജീവിയാണ്. മൃഗങ്ങൾ അങ്ങനെയല്ല. ആത്മജീവിയാണെന്ന് പറയാൻ കാര്യം, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും? ചിലപ്പോൾ നമ്മൾ പറയും ദൈവത്തിന് 2 കൈയുണ്ട്, നമുക്കും 2 കൈയുണ്ട്. ദൈവത്തിന് 2 കാലുണ്ട്, നമുക്കും 2 കാലുണ്ട്. ദൈവത്തിന് 2 കണ്ണുണ്ട്, നമുക്കും 2 കണ്ണുണ്ട്. ഇതാണ് സാദൃശ്യം എന്ന് പലപ്പോൾ ആളുകൾ ചിന്തിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുരങ്ങിനും ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതല്ല ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും. വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്നുള്ളതാണ്. ദൈവം ആത്മാവാകുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആത്മജീവിയായി മനുഷ്യനെ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, പക്ഷേ ആത്മാവില്ല. എന്നാൽ മനുഷ്യന് ദൈവത്തിൻ്റെ അംശമായ ആത്മാവ് അവനിലുണ്ട്. ദൈവം അതത് തരം മൃഗങ്ങളെ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതത് തരം. പക്ഷേ ദൈവത്തിൻ്റെ തരത്തിൽ ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്. അതത് തരം മൃഗങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർ തമ്മിൽ കമ്മ്യൂണിയൻ ഉണ്ടാകും. പട്ടിക്ക് പട്ടിയുമായിട്ട് കമ്മ്യൂണിയനുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ദൈവം അതിനോടെല്ലാം കമാൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അവൻ സൃഷ്ടാവാണ്. എന്നാൽ മനുഷ്യനിൽ ദൈവം അവൻ്റെ സൃഷ്ടിയിൽ തന്നെ
ദൈവത്തിൻ്റെ ആത്മാവിനെ സ്ഥാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ. അതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം ആത്മജീവിയായ, മനുഷ്യനൊരു ശരീരമുണ്ടെന്നുള്ളതേ ഉള്ളൂ. മനുഷ്യൻ ആത്മാവുള്ള ഒരു ശരീരജീവിയല്ല, ശരീരം കൂടെയുള്ള ഒരു ആത്മജീവിയാണ്. അടിസ്ഥാനപരമായി ദൈവ സംസർഗം സാധ്യമാകുന്നത് സംഭാഷണം മാത്രമല്ല, സംസർഗം, കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ ദൈവത്തിന് ആവണക്കിനോട് കൽപ്പിച്ചെന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പം മൃഗ അല്ലെങ്കിൽ സസ്യങ്ങളോട് പോലും ദൈവത്തിന് കൽപ്പിക്കാൻ പറ്റും, കാര്യം സൃഷ്ടിയാണ്. പക്ഷേ സംസർഗം പറ്റത്തില്ല. സംസർഗം കഴിയുന്നത് മനുഷ്യനുമായി മാത്രമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സംസർഗം സാധ്യമായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. മനുഷ്യനിൽ ആത്മാവുള്ളത് കൊണ്ടാണ്. ആത്മാവ്, ആ ആത്മാവുണ്ടായിരുന്നത് കൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ സമ്പർക്കമുണ്ടായിരുന്നു, സംസർഗമുണ്ടായിരുന്നു. അതായത് ദൈവം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എങ്ങനെ? ആത്മാവിൽ. ദൈവത്തിന് പറയാനുള്ളതൊക്കെ മനുഷ്യനോട് പറയും. അത് വാഗൊണ്ട് പോലും പറയണ്ട, അല്ലാതെ തന്നെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് സംസാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് അത് ആദാമിൽ, അതുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു. വേദപുസ്തകത്തിൽ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ സിമ്പിളായിട്ടുള്ള ഒരു അനുഗ്രഹം. ഇപ്പം ഞാനിപ്പോൾ ഒറീസായിലൊക്കെ പോകുമ്പം അവിടെ ചിലപ്പം പിള്ളാരെയും കൊണ്ട് വരും ഈ ഒറിയാക്കാരെ, നമ്മുടെ വിശ്വാസികൾ. എന്നിട്ട് പറയും, പസജി ആശീഷ് ദേനാ ഹേ ഉസ്കോ, അനുഗ്രഹം കൊടുക്കണം. അപ്പം നമ്മളെന്ത് ചെയ്യും? കയ്യിലെടുത്ത് കർത്താവേ ഞാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു എന്ന് അങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു വാക്കല്ല വേദപുസ്തകത്തിലെ അനുഗ്രഹം. വേദപുസ്തകത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് പുത്രാധികാരം കൊടുക്കുകയാണ്. അതായത് ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം കൊടുക്കുകയാണ്. അങ്ങനെ ആദമിന് ദൈവം അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, ആദമിനെ ഹവ്വയെയും. അവിടെ പറയുന്നത് എന്നറിയാമോ? ഇനി നിങ്ങളാണ് എന്നെ പ്രതിനിധീകരിക്കുന്നത്. ഇനി അനുഗ്രഹം ആർക്ക് വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വരണം. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് വരണമെങ്കിൽ ആദമിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. മകനാണ്, മകനിലൂടെയാണ് അനുഗ്രഹം. അങ്ങനെ ആദമിനെ ദൈവം അനുഗ്രഹിച്ചു, ദൈവത്തിൻ്റെ മകനാക്കി. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ആദം ദൈവത്തിൻ്റെ മകൻ. പക്ഷേ പാപം ചെയ്തപ്പോൾ ഈ പുത്രാധികാരം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. പിന്നീട് ദൈവം ഓരോ കാലഘട്ടത്തിലും ചിലരെ അനുഗ്രഹിക്കുകയാണ്. ദൈവം നോഹയെ അനുഗ്രഹിച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലെല്ലാം നിറവിൻ. ആദമിനോടും പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ അടുത്ത് വരാൻ, നിന്നിലൂടെയുള്ള എല്ലാവർക്കും എൻ്റെ അടുത്ത് വരാം. നീ എൻ്റെ പ്രതിനിധിയാണ്. നിൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാം അവർ പാപം ചെയ്യാതിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ ആ അംഗീകാരം, അഥവാ ദൈവത്തെ കാണാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ ആദമിലൂടെ ആദ്യം അത് സംഭവിച്ചിരുന്നു. പക്ഷെ ആദം പാപം ചെയ്തപ്പോൾ പിന്നെ ദൈവം വേറൊരാളെ തിരഞ്ഞെടുത്തു. അതാണ് നോഹ. നോഹയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം പകർന്നു കൊടുത്തു. പക്ഷേ നോഹയുടെ തലമുറ അതിൽ നിലനിന്നില്ല. അതിനുശേഷം ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് പറയാ, മോനെ ആദാം എൻ്റെ മകനായിരുന്നു, അത് കഴിഞ്ഞ് നോഹ എൻ്റെ മകനായിരുന്നു, ഇപ്പം നീയാ എൻ്റെ മോൻ. ഇനി ആർക്കെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ അബ്രഹാമിൻ്റെ അടുത്ത് ചെല്ലണം. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും.
അബ്രഹാമിലൂടെയാണ് അനുഗ്രഹം. പക്ഷെ അബ്രഹാമിൻ്റെ എല്ലാ മക്കൾക്കും ഈ അനുഗ്രഹം ലഭിച്ചില്ല. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക് ലഭിച്ചു. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കുന്നില്ല ഞാൻ. അനുഗ്രഹം പകർന്നു കൊടുത്തു. ഇസഹാക്കിൻ്റെ എല്ലാ മക്കളിലേക്കും അനുഗ്രഹം പകർന്നു കൊടുത്തില്ല, എല്ലാവരെയും മക്കളാക്കിയില്ല. യാക്കോബിനെ അനുഗ്രഹിച്ചു. പിന്നീട് ഈ അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്കായിട്ട് കൊടുത്തു. ഫറവോനോട് മോശയിലൂടെ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽ എൻ്റെ മകൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അന്നു തൊട്ട് ആർക്കെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ ഇസ്രായേലിൽ കൂടെ വേണം അനുഗ്രഹം പ്രാപിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ഹാക്കിലൂടെ ജനിച്ച, അല്ലെങ്കിൽ യാക്കോബിലൂടെ ജനിച്ച എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരെന്നല്ല. പക്ഷെ ആ ഇസ്രായേൽ ജനതയോടാണ് ദൈവം ഇടപെടുന്നത്. ഇസ്രായേലിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മാറി. ബാക്കിയുള്ളവരൊക്കെ മാറി. ഏശാവിൻ്റെ മക്കളും ഒക്കെ മാറി. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശുവാണ്. ഇനി ആർക്ക് അനുഗ്രഹം വേണമെങ്കിലും യേശുവിൻ്റെ അടുത്ത് വന്നാലേ പറ്റുള്ളൂ. ചില കടത്തി പറഞ്ഞാൽ ഇസ്രായേലിന് അനുഗ്രഹം വേണമെങ്കിലും ഇസ്രായേലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, യേശുവിൻ്റെ അടുത്ത് വന്നാലേ ഇസ്രായേലിന് അനുഗ്രഹം കിട്ടുകയുള്ളൂ. കാരണം ഇപ്പോൾ ദൈവത്തിന് ഒരു പുത്രനേ ഉള്ളൂ. അധികാര കൈമാറ്റം നടത്തിയിരിക്കുന്നത് യേശുവിനാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ആർക്ക് അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിലും അവരാരുടെ അടുത്ത് വരണം? യേശുവിൻ്റെ അടുത്ത് വരണം. ആ യേശുവിൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ അനുഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യേശുവിനെ പ്രസംഗിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേറെ ഒരു വഴിയുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവുമില്ല എക്സെപ്റ്റ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമം ഒഴികെ ഒരു നാമവുമില്ല. അനുഗ്രഹം യേശുവിലൂടെ മാത്രമാണ്. ഈ യേശു മനുഷ്യനായി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതായ സാഹചര്യം, അവിടെ പഴയ നിയമ കാലയളവിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ആദമിലൂടെ, പിന്നെ നോഹയിലൂടെ, അബ്രഹാമിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് അവരിലൂടെ എല്ലാം ഇസ്രായേൽ ജനതയിലൂടെ, ഒടുവിൽ യേശു ക്രിസ്തുവിലൂടെ. അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ. ഈ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരൊക്കെ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യരെയാണ് ദൈവം തിരഞ്ഞെടുത്തതെങ്കിൽ യേശു കർത്താവ് അനാദികാലം മുതൽ ദൈവത്തോട് കൂടെ ഇരുന്നവനാണ്. അവൻ ദൈവമാണ്. എന്നാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി, അനുഗ്രഹം നമ്മൾക്ക് പകർന്നു തരാൻ വേണ്ടി വേഷത്തിൽ മനുഷ്യനായി തീർന്നു. ഹീസ് ഗാഡ്. അവൻ ദൈവമാണ്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു, അന്നും ദൈവം ഇടപെട്ടിരുന്നു ചില വ്യക്തികളിലൂടെ. എന്നാൽ ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ ഇപ്പോൾ യേശു ഒഴികെ വേറെ ഒരു നാമവുമില്ല. സകല അനുഗ്രഹവും ആരിലൂടെയാണ്? യേശുവിലൂടെയാണ്. ഇനി അനുഗ്രഹം വേണമെങ്കിൽ യേശുവിൻ്റെ അടുത്തോട്ട് ചെന്നാൽ മതി. യേശുവിൻ്റെ അടുത്ത് ചെന്നാലേ ഉള്ള അനുഗ്രഹം, അഥവാ പുത്രാധികാരം ഇപ്പോൾ യേശുവിനാണ്. വെൻ ജീസസ് കെയിം ടു ദിസ് വേൾഡ്, അന്ന് തൊട്ട് ഉയിർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അതാണ്. ഉയിർത്തെഴുന്നേൽപ്പ് നമ്മളെ ഒരു പുതിയ തലത്തിലേക്കാണ് നയിക്കുന്നത്. അത് ഞാൻ പറയാം, അതിലേക്ക് വരികയാണ്. പക്ഷേ പുത്രാധികാരം യേശുവിലൂടെയാണ്. യേശുവിൻ്റെ ആഗമനം നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഓടിച്ചു പറയുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് യേശുവിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറയുന്നു,
സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. അഥവാ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക. എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാര്യം? സമീപിച്ചിരിക്കുന്നു എന്ന വാക്കിനേക്കാൾ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്കാണ് കുറച്ചുകൂടെ കറക്റ്റ്. യോഹന്നാൻ പറയുകയാണ്, ദൈവരാജ്യം വന്നിരിക്കുന്നു, രാജാവ് വന്നു കഴിഞ്ഞെന്നാ പറയുന്നത്. ആ രാജാവ് ആരാ? യേശു. യേശു വന്ന് യേശുവും പ്രസംഗിക്കുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. ടേൺ ടു ഹിം. മെറ്റനോയ്യ എന്ന് പറയുന്നൊരു വാക്കാണ്. മെറ്റനോയ്യ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തിരിയുക എന്നേ ഉള്ളൂ. ടേൺ, മെറ്റനോയ്യ, ടേൺ. അതായത് നിങ്ങളിപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞാലേ ദൈവരാജ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇത് വലിയൊരു അർത്ഥപൂർണമായ ഒരു കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ, പുത്രാധികാരം അവന് നൽകി. അന്ന് തൊട്ട് ആദമും ഹവ്വയും ദൈവത്തോട് മുഖാമുഖമായിരുന്നു. മുഖാമുഖം. ദൈവം ഇറങ്ങി വരുമ്പോൾ ആദമും ഹവ്വയും ഓടുക. എങ്ങോട്ടാ? ദൈവത്തിൻ്റെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാ ഓടുന്നത്. മുഖാമുഖമായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ എന്താ നമ്മളവിടെ വായിക്കുന്നത്? അവൻ ദൈവത്തിന് പുറംതിരിഞ്ഞോടി. അവിടെ നമ്മൾ കാണുന്ന അവൻ ഓടിപ്പോയെന്നാ പറയുന്നത് അല്ലേ? അവൻ ഓടി ഒളിച്ചു. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നവൻ ഇപ്പോൾ ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഓടുന്നത്. അതാണ് പാപം വരുത്തിയ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ദൈവത്തിങ്കലേക്ക് മുഖാമുഖം ഓടിക്കൊണ്ടിരുന്നതായ ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അതായത് ദൈവം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഹി ടേൺഡ് ടു ദി അതർ സൈഡ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. ഇപ്പോൾ ദൈവത്തിന് പുറംതിരിഞ്ഞ, ദൈവം പുറകിലും, ദൈവത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോടാണ് യോഹന്നാനും യേശുവും പറയുന്നത്, ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു, നീ ഒന്ന് തിരിഞ്ഞേ. ഇതാ ദൈവം വന്ന് നിൽക്കുക നിന്റെ അടുത്ത്. നീ പുറംതിരിഞ്ഞ് ഓടുന്നതൊന്ന് നിർത്ത്. ദൈവത്തിന് പുറംതിരിഞ്ഞ് ഓടുന്നതൊന്ന് നിർത്ത്. ഒന്ന് തിരിഞ്ഞാൽ നിന്നെ സ്വീകരിക്കുവാൻ നോക്കി നിൽക്കുന്ന ആ ദൈവം രാജാവായിട്ട് വന്ന് നിൽക്കുന്നു. ഇതാണ് സുവിശേഷം. മാനസാന്തരപ്പെടുവീൻ. പെന്തിക്കോസ്തിലെ സന്ദേശവും അത് തന്നെയാണ്. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മാനസാന്തരപ്പെടുക, അതാണ് സുവിശേഷം. സുവിശേഷം എന്താണ്? രാജാവ് വന്നെത്തിയിരിക്കുന്നു, നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി രാജാവ് നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുക. മോനെ, നീ ഒന്ന് തിരിയടാ, നീ ഒന്ന് തിരിഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിക്ക്. ഈ രാജാവിനെ ഒന്ന് കെട്ടിപ്പിടിക്ക്. നിന്നെ സ്വീകരിക്കാൻ നോക്കിയിരിക്കുക. നിന്റെ വല്യപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ആദം ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചെങ്കിൽ നിന്നോട് ദൈവവചനം പറയുകയാണ്, നീ ഒന്ന് തിരിയ്. കാരണം ദൈവം നിൽക്കുക, അതാണ് യേശു. യേശുവാണ് ദൈവരാജ്യം. ഹി ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. യു ജസ്റ്റ് ടേൺ. നീ ഒന്ന് തിരിഞ്ഞാൽ മതി. തിരിഞ്ഞാൽ നിന്നെ സ്വീകരിക്കുവാൻ രാജാവ് തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്, മറ്റൊന്നുമല്ല. ടേൺ ടു ഹിം.
അവൻ നോക്കിയിരിക്കുക, യേശു നോക്കിയിരിക്കുക നിന്നെ സ്വീകരിക്കാൻ. ധൂർത്തുപുത്രൻ്റെ ഉപമ കർത്താവ് പറയുമ്പോൾ, ധൂർത്തുപുത്രൻ അപ്പൻ്റെ കൂടെ താമസിച്ച പയ്യനാ, അപ്പൻ്റെ ഭവനത്തിൽ ജീവിച്ചവനാ. ഒരു ദിവസം അവൻ ചിന്തിച്ചു, ഈ അപ്പൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമില്ല, അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിന് അപ്പൻ്റെ കൂടെ നിന്നാൽ പറ്റത്തില്ല. അത് പറ്റത്തില്ല കേട്ടോ. അടിച്ച് പൊളിച്ച് ജീവിക്കണമെങ്കിൽ അപ്പൻ്റെ കൂടെ നിൽക്കാൻ പറ്റുകയില്ല, അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് അപ്പനെ വേണ്ട. അപ്പനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ളതൊക്കെ ഇങ്ങനെ തന്നേരെ, ഞാൻ പോവുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ ദൂരത്ത്, അതായത് ആദം ഓടിപ്പോയതുപോലെ ധൂർത്തുപുത്രൻ ദൈവത്തിൽ നിന്ന്, അപ്പനിൽ നിന്ന് ഓടിപ്പോയി. കഥയൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാനത് വിശദമാക്കുന്നില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പം കൊണ്ടുപോയ കാശൊക്കെ അങ്ങ് തീർന്നു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവനെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കാശുണ്ടായിരുന്നപ്പോൾ കൂട്ടുകാരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കാശുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്. നിൻ്റെ കാശ് തീർന്ന നിൻ്റെ കൂട്ടുകാരൊക്കെ നിന്നെ ഇട്ടേച്ച് പോകും, അതിന് സംശയമൊന്നുമില്ല. അത് ഇന്നും അനുഭവമല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അടിച്ചു പൊളിക്കാൻ കാശുണ്ടെങ്കിൽ, ഈ പിള്ളേരൊക്കെ ആണെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കയ്യിൽ കാശ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അവന് കൂട്ടുകാരിഷ്ടം പോലെ ഉണ്ട്. എന്നാൽ അതില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവൻ എന്ത് ചെയ്തു? ജോലി ചെയ്ത് അവൻ ജീവിതത്തിൽ ജോലി ചെയ്തിട്ടുള്ളവനല്ല. അവൻ പോയി എടുത്ത പണിയല്ല, ഒരു യഹൂദൻ ഒരിക്കലും ചെയ്യാത്ത ഒരു ജോലിയാണ് പന്നിയെ വളർത്തുക എന്ന് പറയുന്നത്. ആ പന്നിക്കൂട്ടിൽ കിടന്നു. അവൻ ചിന്തിച്ചു ഇങ്ങനെ ജീവിക്കാമെന്ന്. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയാമോ? അവന് വല്ലതും കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു, അതുപോലും കിട്ടിയില്ല. ഒടുവിൽ ഇവൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ പന്നിക്ക് കൊടുക്കുന്ന ആ ആഹാരം, പന്നിക്ക് കൊടുക്കുന്ന വാളവര, അതെങ്കിലും തിന്ന് ജീവിക്കാം. എന്നോ ഒരു ദിവസം പന്നികളെ തീറ്റിയെടുത്ത് ഇവൻ തിന്നുന്നത് കണ്ടപ്പോൾ ഒരുത്തിന് ഒറ്റ തൊഴി. എന്താണ് കാണിക്കുന്നത്? പന്നിത്തീറ്റ തന്നെയാണോ? അതും അവന് കിട്ടിയില്ലെന്ന് എഴുതിയിരിക്കുന്നത്. കാശുണ്ടെങ്കിൽ നിൻ്റെ പുറകെ നടക്കാൻ ആൾ കാണും, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ ആരും കാണത്തില്ല. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഈ രണ്ടാമത്തെ അവസ്ഥയിലാണെങ്കിൽ, ഈ ധൂർത്തുപുത്രനെ കുറിച്ച് പറയുന്നത് അവന് സുബോധം വന്നെന്നാ. ഇന്ന് രാത്രിയിൽ സുബോധത്തിൻ്റെ ഒരു ദിവസമാകട്ടെ. പറ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര പേര് ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അവന് കൂലിക്കാർ പോലും. അവൻ പറയാ, എനിക്കിങ്ങനെ കഴിയേണ്ട കാര്യമില്ല, എനിക്കൊരപ്പനുണ്ട്, എൻ്റെ അപ്പനൊരു വീടുണ്ട്. ഇത്രയും കാലം അവനത് ചിന്തിച്ചില്ല. അവന് സുബോധം വന്നു. ചിലർക്ക് എന്തോ കണ്ടാലും എന്തോ വന്നാലും സുബോധം വരത്തില്ല. പ്രിയമുള്ളവരെ, സുബോധം വന്നാൽ അവൻ മനസ്സിലാക്കും അവനൊരു അപ്പനുണ്ടെന്ന്. അതാ സുബോധം. നിങ്ങളെ സ്വീകരിക്കുവാൻ ഒരപ്പനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ യുവാവ് അവൻ പറയാണ്, ഐ വിൽ അറൈസ് and I will go to my father and I will tell my father that I have sinned against you and heavens, and I am no more worthy to be called as your servant son, and make me as a servant. എന്നാൽ ഞാൻ എഴുന്നേൽക്കും. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിൻ്റെ കൂലിക്കാരനെന്ന് വിളിക്കപ്പെടുവാൻ, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, പറയണം തീർച്ചയായിട്ടും. അതാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുക. നമ്മൾ കിടക്കുന്നത് പന്നിക്കൂട്ടിലാണെന്നും പാപത്തിൻ്റെ പെരുവഴിയിലാണ് നമ്മൾ കിടക്കുന്നതെന്നും ഇവിടെ കിടക്കേണ്ട കാര്യമില്ലെന്നും നമ്മളെ സ്വീകരിക്കാൻ ഒരു അപ്പനുണ്ടെന്നുള്ളതും മനസ്സിലാക്കുന്നതാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അവിടെ തന്നെ കിടന്ന്, ഞാനെന്തോ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ ഓരോ തിന്ന് ശേഷിപ്പിക്കുക, ഞാനിവിടെ കിടക്കുക, ഞാനിവിടെ കിടക്കുക എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞുകൊണ്ട് കിടന്നാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. ചിലരങ്ങനെ ഉണ്ട്, ഞാനൊരു പാപിയാ,
എന്തോ ചെയ്യാനാ, ഞാനൊരു പാപിയാ, പാപിയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നവർ. പ്രിയമുള്ളവരെ, അങ്ങനെ കിടക്കണ്ട. നീ പാപിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടായാൽ എഴുന്നേക്കണം, തിരിയണം, ടേൺ. അതാണ് മാനസാന്തരം, അതാണ് മെറ്റനോയ്യ. അവൻ എന്ത് ചെയ്യുന്നു? ഐ വിൽ അറൈസ് ആൻഡ് ഐ വിൽ ഗോ ടു മൈ ഫാദർ എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമെന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്നാണെന്നറിയാമോ? അവൻ എഴുന്നേറ്റു, അവൻ തിരിഞ്ഞു, അപ്പൻ്റെ ഭവനത്തിലേക്ക് നോക്കി നടക്കാൻ തുടങ്ങി. യു സീ, പ്രിയമുള്ളവരെ, ഇതാണ് മാനസാന്തരം. ഇന്ന് രാത്രിയിൽ മാനസാന്തരത്തിൻ്റെ സന്ദേശം അതാണ്. എന്ത്? ഇവിടെ പന്നിക്കൂട്ടിൽ കിടക്കേണ്ടവനല്ല നീ. നിനക്കൊരപ്പനുണ്ട്. ആ അപ്പൻ്റെ അടുത്തേക്ക് നീ ഒന്ന് ചെല്ല്, എഴുന്നേക്ക്, നടക്ക്. മെറ്റനോയ്യ. നീ ദൈവത്തിന് പുറംതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ, ഇപ്പം ദൈവത്തിന് പുറംതിരിഞ്ഞ് നടക്കുകയാണ്, പാപത്തിൻ്റെ വഴിയില്ല, ഒത്തിരി ദൂരെ പോയി, എവിടെയാണോ അവിടെ നിൽക്ക്, എഴുന്നേൽക്ക്, എന്നിട്ട് തിരിയുക. തിരിഞ്ഞാൽ നിനക്ക് കാണാം, അതാ അവിടെ നിന്നെ കാത്തിരിക്കുന്ന പിതാവ്. അവൻ എഴുന്നേറ്റ് നടന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചെന്നാണ്. പ്രിയമുള്ളവരെ, ഒരു പാപി ദൈവത്തിൻ്റെ അടുത്തോട്ട് നടക്കാൻ തയ്യാറാണെങ്കിൽ ആ പാപിയുടെ അടുത്തേക്ക് ഓടി വരുന്നവനാണ് എൻ്റെ ദൈവം. നീ നടന്നാൽ ദൈവം ഓടി വരും. ഇന്ന് രാത്രിയിൽ ദൈവം ഓടി വരും. ഹല്ലേലൂയ. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. മെറ്റനോയ്യ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നതാണ്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതുതന്നെയാണ്. യേശു രാജാവാണ്. അവൻ വന്നെത്തിയിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു. കാരണം അവൻ രാജാവാണ്. അവൻ പറയുകയാണ്, കം ടു മീ, എന്നിലേക്കൊന്ന് തിരിയുക, എന്നെ നോക്കി നടക്കുക. ദൈവത്തിന് പുറംതിരിഞ്ഞ് നടന്നവരെ ദൈവത്തോട് മുഖാമുഖം നടക്കുവാൻ ദൈവത്തിന് പുറംതിരിഞ്ഞ് നടക്കുന്നവരോട് പറയട്ടെ, ദൈവത്തോട് മുഖാമുഖം നടക്കുവാൻ ഇന്ന് നിനക്ക് കഴിയും. കാരണം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ രാജത്വം 3.5 വർഷം ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടക്കുമ്പോൾ അന്നും യേശു രാജാവായിരുന്നു. എന്നാൽ ആ 3.5 വർഷത്തിന് ശേഷം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു, ഉയിർത്തെഴുന്നേറ്റു. ആ ഉയിർത്തെഴുന്നേറ്റതോടുകൂടെ പുതിയ ഒരു യുഗത്തിൻ്റെ വരവാണ്. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി. കാരണം യേശു ഭൂമിയിൽ രാജാവായിരുന്നപ്പോഴും മനുഷ്യൻ പാപിയായിരുന്നു. പാപിയായ മനുഷ്യനെയും കർത്താവ് ചേർത്ത് കൊണ്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി കാൽവറി ക്രൂശിൽ മരിച്ച യേശു, അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നമുക്കൊരു വിടുതലുണ്ടാകുമായിരുന്നില്ല. യേശു ഭൂമിയിൽ വന്നു, അതുകൊണ്ട് മാത്രം വിടുതൽ പൂർണ്ണമായില്ല. വിടുതൽ പൂർണ്ണമാകുന്നത് തീർച്ചയായും യേശു കർത്താവിൻ്റെ ഉയിർപ്പോടുകൂടെയാണ്. പക്ഷേ അതിനു മുമ്പ് ക്രൂശിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ബലിയാക്കപ്പെട്ടു. ആ ക്രൂശിൽ അവൻ പിശാചിനെ തോൽപ്പിച്ച് കളഞ്ഞു. നമ്മൾ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, വേദോസം വായിക്കുന്നത് ഒന്ന് സൂക്ഷിച്ച് വായിക്കണേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഓരോരുത്തർ വായിക്കുന്നത് കേട്ട് കഴിഞ്ഞ് ഞാൻ തന്നെ ചിലർ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്, വായിക്കുന്ന കേൾക്കുകയല്ല, അതിനകത്തുനിന്ന് ഉപദേശം ഉണ്ടാക്കിക്കളയും, തെറ്റിച്ച് വായിച്ചിട്ട് ഉപദേശം ഉണ്ടാക്കിക്കളയും.
അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചത് ചട്ടങ്ങളാണോ? അല്ല, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, അവിടെ കൊണ്ട് നിർത്തണം, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്, ആ കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ കർത്താവ് കാൽവറി ക്രൂശിൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ആ ക്ഷമിക്കുന്നതിന് യേശു ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് അവനങ്ങ് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, മായിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ദുരുപദേശങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുമ്പോഴൊക്കെ ഇതൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. അതിക്രമങ്ങൾ നമ്മോട് ക്ഷമിച്ച്, അല്ലാതെ ക്ഷമിച്ച ചട്ടങ്ങളാലല്ല, ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. ചില പാട്ടുകൾ പറയുന്നതെന്നറിയാമോ? പഴയ നിയമം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ചു, മായിച്ചു, ഇനി അതില്ല എന്നൊക്കെ പറയുന്ന പാട്ടുകളുണ്ട്. നിങ്ങളും കേട്ട് കാണും. ഇതിൻ്റെ ഒന്നും പുറകെ എൻ്റെ പ്രിയമുള്ളവരെ പോകരുത്. വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ എഴുതിയിരിക്കുന്നത് ചട്ടങ്ങൾ മായിച്ചെന്നല്ല, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ് മായിച്ചെന്ന് പറയുന്നത്. എന്താണ് ചട്ടങ്ങൾ? കർത്താവ് കാൽവറി ക്രൂശിൽ ന്യായപ്രമാണം തറച്ചു കളഞ്ഞില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല എന്ന് കർത്താവാണ് പറഞ്ഞത്. അതുകൊണ്ട് പഴയ നിയമം മായിച്ചു കളഞ്ഞു എന്നുള്ള ഉപദേശം തെറ്റായ ഉപദേശമാണ്. അതിൻ്റെ പിന്നാലെ പോകരുത്. ഇവിടെ പറയുന്നത് ചട്ടങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട്, അഥവാ ന്യായപ്രമാണം ഉണ്ടായിരുന്നത് കൊണ്ട് അത് തെറ്റിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നമ്മുടെ ഭാഷ രീതിയിൽ പറഞ്ഞാൽ, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമസംഹിത നമുക്ക് ആർക്കും വിരോധമായിട്ടുണ്ടാക്കിയതല്ല. പക്ഷേ നിയമസംഹിതയിലെ കുറ്റങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ നിയമസംഹിതയിൽ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കുന്ന ന്യായപ്രമാണം നമുക്ക് ഉദ്ദേശിച്ചു, ന്യായപ്രമാണത്തിലെ അതിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. ഇപ്പം നമ്മളൊരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് നമുക്കെതിരല്ല. ഇന്ത്യൻ പീനൽ കോഡ് നമുക്കൊരിക്കലും വിരോധമല്ല. പ്രത്യുത അതിനകത്തെ തെറ്റിച്ച കാര്യങ്ങൾ എഴുതി, പോലീസുകാരൻ ലിസ്റ്റ് എടുത്തിട്ട് എഴുതി കോടതിയിൽ കൊണ്ടുവരും. അതിന് പറയുന്ന പേരാണ് കുറ്റപത്രം എന്ന് പറയുന്നത്. കുറ്റപത്രം എന്ന് പറയുന്നത് നിയമങ്ങൾ തെറ്റിച്ചവൻ്റെ ആ തെറ്റിച്ച നിയമങ്ങളുടെ ലിസ്റ്റാണ്. അതാണ് എനിക്ക് വിരോധമായിരിക്കുന്നത്. ഞാൻ ന്യായപ്രമാണം തെറ്റിച്ചില്ലെങ്കിൽ ന്യായപ്രമാണം എനിക്കെതിരാണോ? അല്ല. ഇന്ത്യൻ പീനൽ കോഡ് എനിക്കെതിരല്ല. പക്ഷെ ഇന്ത്യൻ പീനൽ കോഡിൽ അതിനകത്ത് കൊല്ലരുത് എന്നുണ്ട്. ഞാൻ ഒരുത്തനെ കൊന്നാൽ എനിക്കെതിരെ കുറ്റപത്രം വരുന്നു. ആ കുറ്റപത്രം ഉള്ളിടത്തോളം കാലം എനിക്ക് രക്ഷയില്ല, എന്നെ ശിക്ഷിക്കും. ഞാൻ ഒരുത്തനെ കൊല്ലരുതെന്ന് പറഞ്ഞ് കൊന്നു, കുറ്റപത്രം ശരിയായി, പിന്നെന്താ? എനിക്ക് വധശിക്ഷയായിരിക്കും ബാക്കിയുള്ളത്. എന്നാൽ ഈ കുറ്റപത്രം ഇല്ലാതെ കോടതി എന്നെ ശിക്ഷിക്കത്തുമില്ല. കർത്താവ് എന്താ കാൽവറി ക്രൂശിൽ ചെയ്തതെന്നറിയാമോ? കർത്താവ് എനിക്ക് വിരോധമായി ഉണ്ടായിരുന്ന കുറ്റപത്രം, അതായത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ്, ആ ലിസ്റ്റ് കർത്താവ് സാത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് അതാ ക്രൂശിൽ തറച്ചത്. ഹല്ലേലൂയ! അത് ക്രൂശിൽ തറച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ് എന്നാണ് പാരഫ്രൈസ് വേർഷനിൽ എഴുതിയിരിക്കുന്നത്. അവനവൻ്റെ രക്തം കൊണ്ട് അതങ്ങ് ഒപ്പിയെടുത്തെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കുറ്റങ്ങളുടെ ലിസ്റ്റ് ഇപ്പം അതിനകത്ത് എഴുതിയിട്ട് പോലും ഇല്ല, കാണാൻ പോലും പറ്റത്തില്ല. സാത്താൻ ആൾ മോശമൊന്നുമല്ല. അവൻ ഇപ്പോഴും
ഒരു പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയും, സാജു അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ ഇത് ചെയ്തിട്ടുണ്ട്, അവൻ മോഷ്ടിച്ചിട്ടുണ്ട്, അവൻ അവൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ലിസ്റ്റെല്ലാം കൂടെ ഒരു പക്ഷേ സാത്താൻ പിന്നെയും ചെന്ന് ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയും, അതുകൊണ്ട് അവൻ എൻ്റെ വകയാ എന്ന് പറഞ്ഞാൽ ദൈവം പറയും, നീ പറഞ്ഞതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ വകയാ, പക്ഷേ എനിക്ക് നിൻ്റെ വാക്കുകൾ പോരാ, അവൻ്റെ കുറ്റപത്രം കാണിച്ചു തരണം. പക്ഷേ ഇപ്പോൾ സാത്താൻ്റെ കയ്യിൽ എൻ്റെ കുറ്റപത്രമില്ല, അത് യേശു വാങ്ങിച്ച് ക്രൂശിൽ തറച്ചു. ഇപ്പം സാത്താൻ്റെ കയ്യിലില്ല. സാത്താൻ വേണമെങ്കിൽ പറയും, ദൈവമേ അതെൻ്റെ കയ്യിലില്ല, ദോ അവിടെ ഉണ്ട്. അവന് നോക്കാൻ പേടിയാ ക്രൂശിലോട്ട്, ദോ അവിടെ ഉണ്ട്. കർത്താവ് എന്നാ പറയുന്നറിയാമോ? ഞാൻ അവിടെ ഒരു കടലാസ് കാണുന്നുണ്ട്, പക്ഷേ അതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ പുത്രൻ്റെ രക്തം മാത്രമാണ്. അങ്ങനെയാണ് അതിക്രമങ്ങളൊക്കെയും എന്നോട് ക്ഷമിച്ചത്. വെറുതെ ഒരു വാക്കുകൊണ്ടല്ല, അവൻ്റെ രക്തം കൊണ്ട് അവനത് ഒപ്പിയെടുത്തു. ഇനി പാപങ്ങളുടെ ലിസ്റ്റ് എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് ഏറ്റെടുത്ത് ഒപ്പിയെടുത്തെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ താഴെ പറയുന്നത് എന്താണെന്നറിയാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എനിക്കെതിരെ പിശാചിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റാണ്. അല്ലാതെ നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. അങ്ങോട്ട് പോകും പിശാച് നിങ്ങളെ എന്തുവാ ഇപ്പം ഓരോരുത്തരൊക്കെ വന്ന് പേടിപ്പിക്കുമല്ലോ. പിശാച് വീട്ടിൽ കയറി വരും, നീ അമ്മായിയമ്മ തരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്, ആഹാരത്തിലൂടെ കയറി വരും അവൻ, സാത്താൻ കയറും. അങ്ങനെയൊന്നും കയറി വരത്തൊന്നുമില്ല, ആരും പേടിക്കൊന്നും വേണ്ട. നമുക്കെതിരെ ഉള്ള ഏക ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റാണ്. ആ പാപങ്ങളുടെ ലിസ്റ്റ് കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. ഇപ്പം അവൻ്റെ ആയുധമില്ല. എനിക്കെതിരെ ഒരായുധവും പിശാചിൻ്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ഒരായുധവും എനിക്കെതിരെ പിശാചിനെ കൊണ്ടുവരാൻ കഴിയുകയില്ല. ആയുധവർഗം വെപ്പിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ ദുരുപദേശക്കാർ പറയുന്നതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർപ്പിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, വെറുതെ തകർന്നു പോകാതിരിക്കാനാ. ഒരു മഹാൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. എന്നാന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നു. ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നെന്ന് പ്രസംഗിച്ച ഒരു മെഗാ പ്രീച്ചറുണ്ട് കേരളത്തിൽ. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവവചനം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം പറയുന്നു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന്. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമല്ലായിരുന്നു, അത് ജയോത്സവം കൊണ്ടാടുകയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. അവൻ ജയോത്സവം കൊണ്ടാടി. അവിടെ എഴുതിയിരിക്കുന്നത് അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇനി പിശാചിന് എൻ്റെ മേൽ ഒരു അവകാശവുമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഉയിർത്തെഴുന്നേറ്റ യേശു, ആ ഉയിർത്തെഴുന്നേറ്റ യേശു വീണ്ടും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഉയിർത്തെഴുന്നേറ്റവനായി വരുമ്പോൾ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഉയിർത്തെഴുന്നേറ്റ യേശു, 28-ാം അധ്യായം മൊത്തം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉയിർപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെ 28-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിൻ്റെ ഉയിർപ്പിനെയാണ് ആദ്യം കാണുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു അടുത്തു ചെന്നു, ഉയിർത്തെഴുന്നേറ്റ യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഉയിർത്തെഴുന്നേറ്റ യേശു എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അനാദികാലം മുതൽ പിതാവിനോട് ചേർന്നിരുന്നവനായ യേശു അധികാരമില്ലാഞ്ഞവനായിരുന്നില്ല. അവൻ പിതാവിന് തുല്യനായ വ്യക്തിയായിരുന്നു എന്നും, എന്നാൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ അധികാരമൊക്കെ ഉരിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ, he was equal with God, who existing in the form of God counted not being on an equality with God. അപ്പോൾ ദൈവം എന്നും പിതാവിനോട് സമനായിരുന്നു. പക്ഷേ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ അവൻ ഇറങ്ങി വന്നപ്പോൾ അവൻ മനുഷ്യനാകാൻ തീരുമാനിച്ചു. എബ്രായ ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത്, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ സ്വർഗത്തിൽ സകല അധികാരത്തോടും കൂടെ ഇരുന്ന യേശു പുത്രൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ അധികാരം, ദൈവത്തോടുള്ള സമത്വം അവിടെ എഴുതിയിരിക്കുന്നത് മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പം അവനങ്ങ് ഉരിഞ്ഞു വെച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവൻ്റെ അധികാരം, അവൻ്റെ ശക്തി, അതൊക്കെ അവൻ ഉരിഞ്ഞു വെച്ചു. എന്തിനാ? നമ്മളിൽ ഒരുവനെ പോലെ ആകാൻ വേണ്ടി. നമ്മളിൽ ഒരുവനെ പോലെ ആയാലേ നമുക്ക് പകരമായിട്ട് അവന് മരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനത് ഉരിഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. കാൽവറി ക്രൂശിൽ അവനോട് കണ്ടു നിന്നവർ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വന്നു പറഞ്ഞു. എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നില്ല. അവൻ ഇറങ്ങി വരാൻ പറ്റാഞ്ഞിട്ടല്ല, അവൻ ആ അധികാരം ഉരിഞ്ഞു വെച്ചു. എന്തിനാ? നമുക്ക് പകരമായിട്ട് മരിക്കാൻ. അല്ലേ അവന് മരിക്കാൻ കഴിയില്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊണ്ടാൽ അവന് കാൽവറി ക്രൂശിൽ മരിക്കാൻ കഴിയില്ല. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചില്ലെങ്കിൽ എൻ്റെ പാപമോചനം ഒരിക്കലും സാധ്യമാവുകയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. ഹി ബിക്കെയിം എ മാൻ. എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമാ. യേശു ചെയ്ത ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്, അവൻ നമ്മളോട് സമനാകുവാൻ തീരുമാനമെടുത്ത് ദൈവത്തോടുള്ള സമത്വത്തിന് പകരം നമ്മളോടുള്ള സമത്വത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്. അങ്ങനെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹി ഡൈഡ്. അവൻ മരിച്ചു. അങ്ങനെ മരിച്ച യേശു പാപമോചനം സാധ്യമാക്കി തീർത്തു. അവൻ കാൽവറി ക്രൂശിൽ തന്നെ പിശാചിന്റെ അധികാരത്തിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിലെ യേശു ഒരു പരാജയമല്ല, ക്രൂശിലെ യേശു ജയാളിയാണ്. ജയാളിയായ യേശു. ആ ജയാളിയായ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതിനുശേഷം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റ് വന്ന യേശു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും
സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ പഴയ അവസ്ഥയിലേക്ക് വന്നിരിക്കുക. പിതാവിനോട് സമനായ പുത്രൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉരിഞ്ഞു വെച്ച സകല അധികാരവും. An authority in heaven, all authority in heaven and earth. ഉരിഞ്ഞു വെച്ചതെല്ലാം അവൻ തിരികെ എടുത്തിരിക്കുകയാണ്. ഒഴിച്ചതെല്ലാം തിരികെ പ്രാപിച്ചിരിക്കുകയാണ്. ഉയിർത്തെഴുന്നേറ്റ യേശു നമ്മെപ്പോലെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ മനുഷ്യനായി വിളങ്ങി വേഷത്തിൽ മനുഷ്യനായ ആ അവസ്ഥ മാറി. ഇപ്പോൾ അവൻ സകല അധികാരവും കയ്യിലുള്ളവനാണ്. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നത് എന്താണ്? യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അവിടെ ഒരു ഡെപ്യൂട്ടേഷനിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അതായത് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നതായ സമയത്ത് നിങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ ആ അധികാരത്തിൻ്റെ പൂർണ്ണത ഇപ്പോൾ എനിക്ക് കൈവന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഡെപ്യൂട്ടേഷനാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അതായത് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ സകല അധികാരവും. അതായത് അധികാരം യേശുവിൻ്റെ കയ്യിലാണ്. യേശുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. എന്നെ ഇന്ത്യ ഒരു അംബാസഡറായിട്ട് മലാവി എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടാൽ ഇന്ത്യ മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ത്യയുടെ അധികാരം എന്നിൽ ഭരമേൽപ്പിക്കുകയാണ് എന്നതുപോലെ കർത്താവ് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ അധികാരവുമായി നിങ്ങൾ പോവുക. ഡെപ്യൂട്ടേഷൻ ഞാൻ പറയാൻ കാര്യം ഇതാണ്. യേശുവിൻ്റെ അധികാരവുമായിട്ടാണ് ഒരു ശിഷ്യൻ പുറപ്പെടുന്നത്. യേശുവിൻ്റെ അധികാരവുമായി ഒരു ശിഷ്യൻ പുറപ്പെടുന്നു. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അവിടെ എന്താ പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സ്നാനപ്പെടുത്തുക, ശിഷ്യരാക്കുക. ശിഷ്യരാക്കുന്ന എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. ഞാൻ ചിലപ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതായത് കർത്താവ് വിശ്വാസികളാക്കാനല്ല പറയുന്നത്, ശിഷ്യരാക്കാനാണ് പറയുന്നത്. വിശ്വസിക്കുന്നവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശ്വാസി എന്ന് വിളിക്കാം. പക്ഷെ പ്രമാണിക്കുന്നവനെ മാത്രമേ ശിഷ്യനെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും വിശ്വാസിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മതി പ്രിയമുള്ളവരെ, ഒന്ന് നിർത്തിയിട്ട് പ്രമാണിക്കാൻ നോക്കിക്കേ. പ്രമാണിക്കുമ്പോൾ നമ്മൾ ശിഷ്യന്മാരായിത്തീരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യേശു നമ്മളെ പറഞ്ഞു വിട്ടേച്ച് വേറെ എവിടെയെങ്കിലും പോവുകയല്ല. പ്രത്യുത പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ആണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലുണ്ട്. അവിടെ അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവർ ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. പറഞ്ഞു വിട്ടേച്ച് യേശു എവിടെങ്കിലും പോവുകയല്ല, അവരോട് കൂടെ പ്രവർത്തിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ പ്രതിനിധികളായി പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടെ പ്രവർത്തിക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 48 മുതലുള്ള വാക്യങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു.
ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഇതാ പെന്തിക്കോസ്തിലേക്കുള്ള ഒരു പ്രവേശനമായി ഇവിടെ കാണുന്നത്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങളെ പറഞ്ഞു വിട്ട് നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ കേപ്പബിലിറ്റി കൊണ്ട്, നിങ്ങളുടെ കഴിവ് കൊണ്ട് എന്തെങ്കിലും നേടിയെടുത്ത് തിരിച്ചു വരാനുള്ള ഒരു കാര്യമല്ല. പ്രത്യുത നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞു. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അതാണ് പെന്തിക്കോസ്ത് നാളിൽ സംഭവിക്കുന്നത്. പിതാവ് വാഗ്ദത്തം ചെയ്ത കാര്യം അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അതായത് ഒരു പുതിയ ലോകത്തിലേക്ക് ഇവർ കടക്കുകയാണ്. ഉയിർത്തെഴുന്നേൽപ്പ് ഒരു പുതിയ തലത്തിലേക്ക് കയറി. യേശു കർത്താവിൻ്റെ ഉയിർപ്പോടുകൂടെ എല്ലാം സാധ്യമായി തീർന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് നൽകപ്പെട്ടു. ആ അധികാരം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ യേശു ഉയരത്തിലേക്ക് പോയപ്പോൾ നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. പുതിയ നിയമസഭയുടെ ആരംഭ സമയം മുതൽ, ആരംഭം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഉയിർപ്പോടുകൂടെ തന്നെ യേശുവുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, 120 പേര് ഇത് കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാം ആ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. എന്നാൽ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതോടെ കാര്യങ്ങളങ്ങ് മാറി മറിയുകയാണ്. അതോടുകൂടെ സഭ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. ഉയിർപ്പോടെ ഒരു പുതിയ തലത്തിലേക്ക് കയറിയെങ്കിൽ വീണ്ടും അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് കയറുകയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഇന്ന് പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെ അതിനെക്കുറിച്ച് പറയാം. അവിടെ നമ്മൾ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ, യോഹന്നാൻ 20:19 മുതൽ, ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. യേശു വന്നിട്ട് പറയാണ്, പീസ് ബി അൺടു യു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പോൾ പീസ് ബി അൺടു യു, ഷാലോം എന്ന് പറയുന്ന വാക്ക് നോർമലി യഹൂദന്മാർ തമ്മിൽ കണ്ടാൽ എപ്പോഴും പറയുന്ന വാക്കാ ഷാലോം. അപ്പോൾ ഇവരും ചിന്തിച്ചത്, ഓക്കെ വി ആർ ജൂയിഷ് പീപ്പിൾ, എന്നാൽ പിന്നെ കർത്താവ് വന്നിട്ട് ഞങ്ങൾക്ക് ഷാലോം ഒരു ഗ്രീറ്റിംഗ് തന്നതാണെന്നാണ് ഇവർ ചിന്തിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞു, നോ, ഇറ്റ് ഈസ് സംതിങ് മോർ. എന്താണ്? ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി പീസ്. ഞാനിതിനൊരു വില കൊടുത്തു. ഈ പീസ്, ഇത് നിങ്ങൾ പറയുന്നത് പോലുള്ള ഷാലോമല്ല, ഒരു മനസമാധാനമല്ല. ഇറ്റ് ഈസ് നോട്ട് പീസ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് പീസ് വിത്ത് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ഒരു ഒരു മനസമാധാനം. നമ്മൾക്ക് ചിലപ്പോൾ പറയുമല്ലോ, നീ ഞങ്ങളുടെ യോഗത്തിനൊന്ന് പാടാ, ഒരു സമാധാനം ഉണ്ടാകട്ടെ, ഒരു മനസമാധാനം കിട്ടുമെന്ന്. അങ്ങനെയുള്ള മനസമാധാനമല്ല യേശു കർത്താവ് തരും. മനസമാധാനം കിട്ടും, പക്ഷേ വേറൊരു കാര്യമുണ്ട്. യേശു നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ സമാധാനം എന്നതുപോലെ ദൈവത്തോടുള്ള സമാധാനമാണ്. മനുഷ്യവർഗം ദൈവത്തോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ കാൽവറി ക്രൂസിൽ യേശു കർത്താവ് മരിച്ചതോടുകൂടെ ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. നേരത്തെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ, ദൈവത്തിൽ നിന്ന് ദൂരത്ത് നിൽക്കാനേ പറ്റുമായിരുന്നുള്ളൂ. നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. കാരണം പാപത്തിൻ്റെ ഒരു വൻമതിൽ ദൈവത്തെയും എന്നെയും തമ്മിൽ വേർപിരിച്ചിരുന്നു. എന്നെ മാത്രമല്ല, മനുഷ്യവർഗത്തെ മുഴുവൻ പാപത്തിൻ്റെ വൻമതിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർപിരിച്ചിരുന്നു. അങ്ങനെ വേർപിരിച്ചിരുന്നതായ സാഹചര്യത്തിൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ അവൻ കാണിക്കുന്നതാണ്, അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാനമല്ല. ഇന്നലെ വരെ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. കാര്യം നിങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിൽ ഈ വൻമതിൽ
പാപത്തിൻ്റെ വന്മതിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ചങ്കിലെ ചോര ഒഴിച്ച് ഈ വന്മതിൽ ഇടിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് കയറാമെന്ന്. അതാണ് സമാധാനം. പീസ് വിത്ത് ഗാഡ്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഏറ്റെടുത്തു, എൻ്റെ നീതിയെ ഞാൻ നിങ്ങൾക്ക് തന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ പാപങ്ങളെ യേശുവിന് കൊടുത്തു, യേശു അതെല്ലാം കൂടെ അങ്ങ് എടുത്തു. എന്നിട്ട് ആ പാപങ്ങളുടെ ശിക്ഷയായ മരണം ഏറ്റെടുത്തു. എന്നിട്ട് നമ്മളിൽ നിന്ന് പാപം വാങ്ങിച്ച യേശുവിൻ്റെ നീതി നമുക്ക് തന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മനസമാധാനമല്ല, ദൈവത്തോട് സമാധാനം. കാരണം ഇപ്പം കയറി ചെല്ലാം. ഇടയ്ക്കിടത്തെ വന്മതിൽ ഇടിഞ്ഞുപോയി. കാൽവറി ക്രൂസിൽ അതാണ് ജയോത്സവം. മതിലിടിച്ചേച്ചാ കർത്താവ് ജയോത്സവം കൊണ്ടാടുന്നത്. അതായത് മനുഷ്യവർഗത്തെ, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവിടുന്ന് കാൽവറി ക്രൂസിൽ തൻ്റെ രക്തം കൊടുത്തു. കർത്താവ് പറയാണ്, നോക്ക്, പീസ് ഷാലോം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചു ഒരു ഗ്രീറ്റിംഗ് ആണെന്ന്. അല്ല, ഇത് ദൈവത്തോട് സമാധാനമാണ്. ഇന്നലെ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ കയ്യും വിലാപ്പുറവും കാണിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി പീസ്. വില കൊടുത്തതാ ഞാൻ. എൻ്റെ കയ്യും വിലാപ്പുറവും കുത്തി തുളയ്ക്കപ്പെട്ടു. ഞാൻ ചോര ചൊരിഞ്ഞ് നേടിയെടുത്തതാ സമാധാനമാണിത്. ഈ സമാധാനം, എൻ്റെ രക്തം കൊണ്ട് നേടിയ ഈ സമാധാനം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ നിമിത്തം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ആക്സസ് കിട്ടി. ഇന്നലെ വരെ ദൈവത്തോട് ആക്സസ് ഇല്ലായിരുന്നു. എന്നാൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് ഉയിർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രവേശനമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആക്സസ് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അത് നമുക്ക് പിന്നീട് പറയാം. എന്നാൽ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. പെന്തിക്കോസ്തിൻ്റെ ജസ്റ്റ് പുറകിലത്തെ കാര്യം ഇതാണ്, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. യു നീഡ് ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് ഈസ് വൈ വി ഓൾവേസ് സ്പീക്ക് അബൌട്ട് ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്ത് ദിനത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കാനുള്ള കാര്യം, അന്ന് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് നൽകിയ ദിവസമാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്വന്തമാക്കണം. ഈ സമാധാനം നമുക്ക് കർത്താവ് തന്നു. ഈ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട്, അവനെ സ്വീകരിച്ച് കൈക്കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ.